ഒരു ഭരണകൂട ഉപകരണവും ആവശ്യപ്പെട്ടിട്ടില്ല റീസെൻസറിങ്. ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥനോ പോലും ആവശ്യപ്പെട്ടിട്ടില്ല റീസെൻസറിങ്. ഒരു കോടതിയിലും ഒരു ഹർജി പോലും ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. ഒരു പാർട്ടിയും ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നിട്ടും സ്വയം കത്രിക വയ്ക്കാൻ തീരുമാനിച്ച മനോനിലയുള്ള നവഫാസിസത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ആദ്യം ഇരയാകാൻ പാടില്ലാത്തത് കലാകാരന്മാരും. വെൽക്കം ടു വിവേക് വ്യൂസ്. ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. അന്നപൂർണയും പത്താനും എമ്പുരാനും വരുമ്പോൾ ആർഷഭാരതക്കാർക്ക് നിലവിളിയും നെഞ്ചത്തടിയും. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും വന്നപ്പോൾ സമാധാന മതക്കാർക്ക് നിലവിളിയും ഏങ്ങലടിയും. ഈശോയും ഹോളിവുഡും വന്നപ്പോൾ അരമനകളിൽ കൂട്ടക്കരച്ചിലും മുറവിളിയും. TP-51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ വന്നപ്പോൾ വിപ്ലവ വീടുകളിൽ കട്ടക്കലിപ്പും പല്ലിറുമലും. ചില സിനിമകളുടെ കാര്യം വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി. മറ്റു ചില സിനിമകളുടെ കാര്യം വരുമ്പോഴത്തേക്കോ നെഞ്ചത്തടിയും കൂട്ടക്കരച്ചിലും. എൻ്റെയും എൻ്റെ മതത്തെയോ ഗോത്രത്തെയോ ഒന്നും വിമർശിക്കാത്ത സിനിമകൾ വരുമ്പോൾ നിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഞാൻ എന്തും ചെയ്യാം എന്നുള്ള നിലപാടിലാണ് ഓരോ മതരോഗിയും ഇവിടെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലാകാരനും കലാസൃഷ്ടിക്കും അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടേണ്ടതുമായ സ്വാതന്ത്ര്യത്തിലേക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ ഇരച്ചു കയറി അവിടെ മോണിറ്റർ ചെയ്യുകയും അവർക്കുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത് ഭീതിതമായ ഒരവസ്ഥ തന്നെയാണ്. രാജ്യത്തെ സെൻസർ ബോർഡിൻ്റെ അനുവാദം കിട്ടി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ മതരോഗികളുടെയും രാഷ്ട്രീയ അടിമകളുടെയൊക്കെ രോദനം ഭയന്ന് 24 വെട്ടണമെന്നുണ്ടെങ്കിൽ അത് ഫാസിസം തന്നെയാണ്. തൻ്റെ മതത്തിനോ ഗോത്രത്തിനോ രാഷ്ട്രീയത്തിനോ ഒക്കെ എതിരെയാകുമ്പോൾ അവിടെ അസഹിഷ്ണുത കാണിക്കുകയും എന്നാൽ മറ്റുള്ളവർക്കെതിരെയാകുമ്പോൾ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തിണ്ണമിടുക്കിനും ആൾബലത്തിനും ഒക്കെ അനുസരിച്ച് അതിൻ്റെ എഫക്റ്റുകളിൽ മാറ്റം ഉണ്ടാവുമെന്ന് മാത്രം. വസ്തുതകളായി തന്നെ പറയാൻ ഇത് കോടതി വിധിയോ ജഡ്ജ്മെൻറ്റോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടോ ചരിത്ര ഗ്രന്ഥമോ ഒന്നുമല്ല. കഥയാണ്, സിനിമയാണ്. ഇനി കഥാതന്തു ഒരു നടന്ന സംഭവമാണെങ്കിൽ തന്നെ അതിനെ ഒരു കലാസൃഷ്ടിയായി മാറ്റുമ്പോൾ ആ സൃഷ്ടാവിന് അനുസരിച്ച് അത് മാറ്റാനുള്ള സ്വാതന്ത്ര്യമായാക്കൊണ്ട് ഇത് ഏതൊരു കലാസൃഷ്ടിക്കും ബാധകവുമാണ്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ആക്രോശങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൊലവിളിയാണ്. കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ഒക്കെ ഇറങ്ങിയ സമയത്ത് അവർ ഛർദ്ദിച്ചത് വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. അന്ന് കിടന്ന് മോങ്ങിയവരാകട്ടെ ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി വാതോരാതെ പ്രസംഗിക്കുന്ന അശ്ലീല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർവ്വതും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കണ്ണിലൂടെ മാത്രം കാണുന്നത് ജീർണിച്ച ഒരു മാനസികാവസ്ഥയാണ്. കലയ്ക്കും സിനിമയ്ക്കും സംഗീതത്തിനുമൊക്കെ ഇവിടെ നിലനിൽക്കാൻ ഫാസിസ്റ്റുകളുടെ അനുവാദം വേണം. നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള അനുവാദം ഫാസിസ്റ്റുകൾ തരണം എന്നുള്ളത് ഭയാനകമായ ഒരു അവസ്ഥയാണ്. സെലക്റ്റീവ് മതേതരത്വം, സെലക്റ്റീവ് നവോത്ഥാനം, സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യം, സെലക്റ്റീവ് രാജ്യസ്നേഹം, ഇതൊക്കെ തന്നെ വർഗീയതയുടെ അത്ര തന്നെ അപകടം പിടിച്ചതും ജീർണിച്ചതുമായ ഏർപ്പാടുകളാണ്. ഇന്ന് ചിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം. നാളെ നിങ്ങൾ എന്ത് ചിന്തിക്കണം, എന്തെഴുതണം, ഈവൻ എന്ത് കഴിക്കണമെന്ന് വരെ ഭരണകൂടം ചിന്തിക്കുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ അനുഭാവിയായിരിക്കില്ല, അടിമയായിരിക്കും. അപ്പോൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യമാണെന്ന്.